നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജാതക കഥകളാണ്. അതായത് ബുദ്ധമതത്തെയും പ്രകൃതിയെയും ഒക്കെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ചില കഥകൾ. അത്തരത്തിലുള്ളൊരു കഥ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാവം പ്രാവ് കാക്ക ചതിച്ചു, അങ്ങനൊരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒന്നാം ഭാഗം പറഞ്ഞു നിർത്തിയിരിക്കുക. ഒന്നാം ഭാഗം എന്തായിരുന്നു എന്ന് വെച്ചാൽ വാരാണസി, അതായത് ഇന്ന് കാശി എന്നറിയപ്പെടുന്ന സ്ഥലം. അവിടെയൊക്കെ ധാരാളം പുണ്യസ്ഥലമാണ് കാശി. ഗംഗാനദി ഒഴുകുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ധാരാളം ഭക്തരായിട്ടുള്ള ജനങ്ങൾ, സജ്ജനങ്ങളായിട്ടുള്ളവർ പുണ്യം തേടി ചെല്ലുന്ന സ്ഥലമാണ് വാരാണസി. അപ്പോൾ ആ വാരാണസിയിൽ ധാരാളം പുണ്യാത്മാക്കളാണ് ജീവിക്കണേ, ബ്രാഹ്മണരായിട്ടുള്ളവരും അങ്ങനെ പലരും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർ. അവിടങ്ങളിലൊക്കെ ഒരു രീതിയുണ്ട്. അടുക്കള ഭാഗത്തായിട്ട് ഒരു ഏത് ചെറിയ ഭവനത്തിൻ്റെയും വലിയ ഭവനത്തിൻ്റെയും മുൻവശത്തായിട്ട് ഒരു വള്ളിക്കൊട്ട കെട്ടി തൂക്കിയിടും. വള്ളി കൊണ്ട് മെടഞ്ഞെടുത്തിട്ടുള്ള ഒരു കൊട്ട. അതിനകത്ത് വാതിൽ തുറന്ന് കിടക്കും. ഏത് പക്ഷികൾക്ക് വേണമെങ്കിലും ആ കൂട്ടിനകത്ത് വന്ന് സുരക്ഷിതമായിട്ട് വന്ന് താമസിക്കാം. ആ അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ പുറമേക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് തിന്നാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാചകക്കാർ ചിലപ്പോൾ കൊടുക്കും, അത് കഴിക്കുകയും ചെയ്യുക. സാധാരണയായിട്ട് പക്ഷികളൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ രാവിലെ എണീറ്റ് അങ്ങോട്ട് ഇര തേടി പോകും. വൈകുന്നേരം ആകുമ്പോഴേ തിരിച്ചു വരുള്ളൂ. ആ വീട്ടുകാർക്കൊന്നും ഒരു ഉപദ്രവവും ഉണ്ടാകില്ല. ബോധിസത്വൻ ഒരു പ്രാവിൻ്റെ രൂപമെടുത്തു, ജന്മം എടുത്തു. എന്നിട്ട് അവിടെ വലിയൊരു കച്ചവടക്കാരൻ്റെ ധനാഢ്യനാണ് കേട്ടോ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തൂക്കിയിട്ടിരുന്ന അടുക്കളയുടെ ഭാഗത്ത്, പാചകപ്പുരയുടെ ഭാഗത്ത് തൂക്കിയിട്ടിരുന്ന വള്ളിക്കൊട്ടയിൽ കയറി താമസമൊക്കെ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞു. കാലത്തെ എണീറ്റ് പോകും, വൈകുന്നേരം വന്ന് കിടക്കും. ആർക്കും ഒരു ഉപദ്രവവും ഇല്ല. പ്രാവിനെ പാചകക്കാരന് വലിയ ഇഷ്ടവുമായിരുന്നു. പ്രാവ് ഒരിക്കൽ പോലും എപ്പോൾ വേണമെങ്കിൽ അടുക്കള വാതിലിൽ കൂടെ അകത്തേക്ക് പോയാലും അതിലൊക്കെ പോയി എന്തെങ്കിലും ഒരു പക്ഷേ വല്ലപ്പോഴും പാചകക്കാരൻ കൊടുക്കും. ഏതെങ്കിലും ധാന്യമണികളോ കുറച്ച് നെന്മണികളോ അരിമണികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴങ്ങളോ മറ്റോ അതുമാത്രം എടുത്ത് കൂട്ടി കൊണ്ടുവന്ന് വെച്ച് കഴിക്കുകയും ചെയ്യും. അങ്ങനെ മാത്രം, വളരെ അപൂർവമായിട്ട്. അങ്ങനെ അടുക്കളയിലേക്ക് അങ്ങനെ പോകാറില്ല. പക്ഷേ പ്രാവിനും പോകാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ആ അടുക്കളയിൽ പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന മാംസത്തിൻ്റെ ഗന്ധം, അതിൻ്റെ ഒരു മണം പുറമേക്ക് എത്തിയിട്ടൊരു കാക്ക അതുവഴി പറന്നു. കാക്കയും മാംസം വേവുകയാണ്. ഉപ്പിലും മസാലയിലും ഒക്കെ കിടന്ന് വേകുന്ന മാംസത്തിൻ്റെ ഗന്ധം കേട്ടിട്ടാണ് വന്നത്. അതിന്നൊരു കഷ്ടം തിന്നിട്ടേ ഒരു കാര്യമുള്ളൂ. എന്തെന്നില്ലാത്ത മോഹം കാക്കയ്ക്ക്. കാക്ക ചുറ്റിപ്പറ്റി ആ ഭാഗത്ത് മുഴുവൻ പകലൊക്കെ ചുറ്റിപ്പറ്റി നടന്നു. മരത്തെ കയറിയിരുന്നു. ചാഞ്ഞൊന്ന് നോക്കി, ചെരിഞ്ഞൊന്ന് നോക്കി. ഇങ്ങനെ മാംസം വെന്തിട്ടുള്ള ഗന്ധം വരുന്നുണ്ട്. പക്ഷെ ആ കത്തയ്ക്ക് കടക്കാൻ പറ്റണില്ല. അങ്ങനെ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് എന്തുണ്ടായി? പ്രാവ്, ഇര തേടി പോയ പ്രാവ് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞ് അടുക്കളയിലേക്ക് നേരെ കയറിപ്പോയി. അങ്ങനെ തന്നെ തിരിച്ചു വന്ന് തൻ്റെ കൂട്ടിൽ കയറിയിരിക്കുകയും ചെയ്തു. ഇപ്പോൾ കാക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ പ്രാവിന് അടുക്കളയിൽ കയറാൻ വളരെ സ്വാതന്ത്ര്യമുണ്ട്. വീട്ടുകാരത് നൽകിയിട്ടുണ്ട്. ഈ പ്രാവിനെയൊക്കെ പറ്റിച്ച് ഞാനും കയറും അടുക്കളയിൽ. ഞാൻ എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന മത്സ്യമാംസാദികൾ ഉണ്ടാക്കുന്നത് അതൊക്കെ ഞാൻ കൊത്തിപ്പറക്കി തിന്നുകയും ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. പ്രാവായിട്ട് ചങ്ങാത്തം കൂടണം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് അങ്ങനെ കിടന്നു. പിറ്റേ ദിവസം ഇതുപോലെ പ്രാവ് പോയി വന്നു. അപ്പോൾ ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അങ്ങനെ പ്രാവിൻ്റെ പുറകെ ഭക്ഷണത്തിന് വേണ്ടി പ്രാവ് പോയപ്പോൾ ആ പുറകെ കാക്കയും പോവുകയാണ് ചങ്ങാത്തം കൂടുന്നതിന്. ഈ ചങ്ങാത്തത്തിൽ പ്രാവിൻ്റെ ചങ്ങാത്തം കൂടുന്നത് കാക്കയ്ക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. എന്താണ്? ആ അടുക്കളയിൽ പാകം ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ, യജമാനനുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, മനുഷ്യർക്കുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ച് തിന്നണം. ഇതാണ് കാക്കയുടെ ലക്ഷ്യം. അതിന് പ്രാവിനെ ഒരു ആയുധമായിട്ട് അങ്ങനെ കൂട്ടുപിടിക്കാം. പ്രാവ് ഇന്ന് ഞാൻ രണ്ടാം ഭാഗം പറയുകയാണ് കേട്ടോ. ഇതുവരെ പറഞ്ഞു നിർത്തി. രണ്ടാം ഭാഗത്തിൽ പറയുന്ന അങ്ങനെ പ്രാവിൻ്റെ പുറകെ കാക്ക പോയി. അപ്പോൾ പ്രാവ് ചോദിച്ചു, നീ എന്തിനാ എൻ്റെ പുറകെ നടക്കണേ? കുറേ നേരമായല്ലോ, എന്ത് കാര്യത്തിന് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങ് പുകഴ്ത്തി പറഞ്ഞു. ഈ പുകഴ്ത്തലിൽ വീഴാത്തവർ വളരെ അപൂർവമാണ്. നമ്മളെ ഒരാൾ പുകഴ്ത്താൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അയാൾക്ക് നമ്മളോട് എന്തോ ഒരു അമർഷമുണ്ട്.
അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്തോ ഒരു കാര്യസാധ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടേ ഈ പുകഴ്ത്തണ്ടേ. ഈ പ്രാവിനോട് കാക്ക പറഞ്ഞു, ഞാൻ നിൻ്റെ പുറകെ നടക്കണതോ? എങ്ങനെ നടക്കാതിരിക്കും? നിൻ്റെ പുറകെ ആരും നടക്കില്ലേ? നിൻ്റെ ആ കണ്ണുകളുടെ സൗന്ദര്യം എന്തൊരു ഭംഗി! ചുവന്ന കണ്ണുകളല്ലേ, ചുവന്ന ചുണ്ടുകളല്ലേ, നല്ല മിനുത്ത ചിറകുകളല്ലേ നിനക്ക്. നിൻ്റെ ആ നടത്തം കണ്ടാൽ തന്നെ ആരും പുറകെ വരുമല്ലോ. അതുപോലെ എത്ര നല്ല സ്വഭാവം നിൻ്റെ. നീ ആവശ്യമില്ലാതെ കണ്ട പാചകക്കാരൻ്റെ അടുക്കളയിലേക്ക് പോവുകയില്ല. നീ ഇരതേടി പോകണം, ആർക്കൊരു ഉപദ്രവം ഇല്ലാണ്ടുള്ള ജീവിതമല്ലേ നിൻ്റെ. അതുകൊണ്ട് നിൻ്റെ പുറകെ ആരും നടക്കില്ലേ? ഞാനും നടക്കണം, അത്രേ ഉള്ളൂ. നമുക്ക് തമ്മിൽ സുഹൃത്തുക്കളാകാൻ ചങ്ങാതി എന്ന് പറഞ്ഞു. അപ്പോൾ പ്രാവ് പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ തമ്മിൽ എങ്ങനെ ചങ്ങാതിമാരാകും? നമ്മുടെ ആഹാര രീതികളിലൊക്കെ വളരെ വ്യത്യാസമുണ്ട്. നിനക്കാണെങ്കിൽ ഞാൻ വല്ല നെന്മണികളോ അരിമണികളോ അല്ലെങ്കിൽ പുല്ലിൻ്റെ വല്ല വിത്തുകളോ കായ്കളോ അതൊക്കെ തിന്നുള്ളൂ, വല്ല പഴങ്ങളോ അതൊക്കെ തിന്നുള്ളൂ. നീയാകട്ടെ മാംസബുക്ക് തന്നെയാണ്. മത്സ്യവും മാംസവും ഇറച്ചി മസാല അതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതം. ഇങ്ങനെ ഈ വ്യത്യസ്തമായ ആഹാര രുചികളുള്ള നമ്മളെങ്ങനെ സുഹൃത്തുക്കളാകും എന്ന് പറഞ്ഞു. അതിന് കുഴപ്പമൊന്നുമില്ല. കാക്ക പറഞ്ഞു, അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ കാലത്തെ ഇര തേടി പോണു, എൻ്റെ ഭക്ഷണമൊക്കെ ഞാൻ തേടണു, തിന്നണം. നീ ഇര തേടി പോണു, നിൻ്റെ ഭക്ഷണം നീ കണ്ടെത്തുന്നു, നീ തിന്നണം. നമ്മൾ വൈകുന്നേരം തിരിച്ചു വരണം. അങ്ങനെ തിരിച്ച് വന്നപ്പോൾ ഈ പ്രാവ് വന്ന വഴിക്ക് പറഞ്ഞ പോലെ താൻ വന്നു എന്നുള്ള വിവരം ഒന്ന് അറിയിക്കാനായിട്ട് അടുക്കളയിലേക്ക് പറന്നുപോയി. അടുക്കളയിലേക്ക് പറന്നു പോയപ്പോൾ ഒട്ടും മടിക്കാതെ കാക്കയും കൂടി അങ്ങോട്ട് പറഞ്ഞു. അപ്പം പാചകക്കാരൻ എന്ത് വിചാരിച്ചു? അദ്ദേഹം നല്ല ശുദ്ധാത്മാവാട്ടോ. അദ്ദേഹം വിചാരിച്ചു, ഓ ഇന്ന് പ്രാവ് വന്നപ്പോൾ ഒരു അതിഥിയെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, നന്നായി. അത് അതിഥികളെ സൽക്കരിക്കുന്നത് നമ്മുടെ ജീവിത വ്രതമല്ലേ. വേഗം വേറെ ഒരു വള്ളിക്കോട്ട എടുത്തിട്ട് അവിടെ അടുക്കളയുടെ ഭാഗത്ത് തൂക്കിയിട്ടു. അപ്പം എന്താ, ഒരു പ്രാവ് ഈ പറഞ്ഞോളൂ കുറച്ച് നെൽക്കതിരുകളൊക്കെ കൊത്തി കൊണ്ടുപോയി തൻ്റെ കൂട്ടിൽ വെച്ച് കഴിക്കാനും തുടങ്ങി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കാക്ക ചുറ്റും കാക്ക കാണാനുണ്ട്, മാംസം ഇരിക്കുന്നതൊക്കെ കാണാനുണ്ട്, മത്സ്യം ഇരിക്കുന്നതൊക്കെ കാണാനുണ്ട്, പലതരത്തിൽ കറിയൊക്കെ വെച്ചിട്ടുള്ളതൊക്കെ കാണാനുണ്ട്. പക്ഷെ ഒന്നും എടുത്തില്ല. വലിയ മാന്യനായിട്ട് തനിക്ക് വേണ്ടി കൊണ്ടുവന്ന് തൂക്കിയിട്ട് ആ കൊട്ടയ്ക്കകത്ത് കയറിയിരുന്നു. അവിടെ ഇരുന്നിട്ട് എന്താ ഈ മാംസത്തിൻ്റെ ഗന്ധം വരികയും അവിടെ ഇരുന്ന് നോക്കുമ്പോൾ കാണുകയൊക്കെ ചെയ്യുമ്പോൾ കാക്കയ്ക്ക് കൊതി ആഹാരത്തോടുള്ള ആർത്തി മുഴുത്തിട്ട് ഉറക്കം വരുമോ കിടന്ന ഇതിൽ നിന്നൊരു കഷ്ണം തിന്നാണ്ടൊന്നും ഉറങ്ങണ പ്രസ്ഥാനവുമില്ല. ഈ പ്രാവ് കേൾക്കത്തക്ക വിധത്തിൽ ഞരങ്ങ് മൂളുകയൊക്കെ ചെയ്തു. കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. അങ്ങനെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇതെങ്ങനെ ഇതുപോലെ പതിവായി. കാക്കയ്ക്ക് ഒരിക്കലും മാംസഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റണില്ല. അടുക്കളയിൽ കയറി എടുക്കാനായിട്ട് സാധിക്കണില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വാതിൽ അടയ്ക്കാൻ മറന്നുപോയി പാചകക്കാരൻ. അപ്പോൾ ഇന്ന് ഇത് തന്നെ തരാം എന്ന് വിചാരിച്ചു. ഞരങ്ങ മിണ്ടാതെ കണ്ട് കിടന്നു അവിടെ. എന്നിട്ട് എന്താ ഉറക്കം തനിക്കെന്തോ അസ്വസ്ഥതയുണ്ട്, അതുകൊണ്ട് താൻ ഉറങ്ങണില്ല എന്നറിയാൻ വേണ്ടി ഉറക്കൻ്റെ മൂളുകയും മുക്കുകയും ഞരങ്ങുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നേരം വെളിച്ചായി കഴിഞ്ഞപ്പോൾ വേഗം എന്തു ചെയ്തു എന്ന് വെച്ചാൽ പ്രാവ് പതിവ് പോലെ ഇര തേടിപ്പോയി. അപ്പോൾ ചോദിച്ചു, ചങ്ങാതി വരുന്നില്ലേ? എൻ്റെ മിത്രമേ വരൂ, നമുക്ക് പോവുക ഭക്ഷണം തേടി. അപ്പോൾ പറഞ്ഞു, ഞാനിന്ന് വരണില്ല, നീ കണ്ടതല്ലേ, ഞാൻ നല്ല രാത്രി ഉറങ്ങിയിട്ടില്ല, എനിക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു, ഞാൻ കിടന്ന് ഞരങ്ങ് കരയൊക്കെ അല്ലേ ചെയ്തായിരുന്നു, നീ കേട്ടതല്ലേ? ഇതൊക്കെ ശബ്ദം ഞാനും കേട്ടു. അതാ എനിക്ക് വയറുവേദന, ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോവാ തിരിയാരം. പ്രാവിൻ്റെ പാടിന് പോവുകയും ചെയ്തു. കാക്ക എന്ത് ചെയ്തു? കള്ള അടവെടുത്ത് കൂട്ടിൽ വയ്യാതെ കണ്ട് കിടക്കണ പോലെ അവിടെ കിടന്നു. അടുക്കള വലിയ അത്ര ആരും കള്ളന്മാരൊന്നും കയറിയൊന്നും വരില്ലല്ലോ എന്ന് വിചാരിച്ച് പാചകക്കാരൻ പോയി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? വേഗം പിറ്റേ ദിവസം കാലത്ത് യജമാനുള്ള ഭക്ഷണമൊക്കെ പാകം ചെയ്യുക പാചകക്കാരൻ. മാംസം മത്സ്യം പലതരത്തിൽ കറി വെച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പല പാത്രങ്ങളിലാക്കി സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ കുറേ അധികം സമയം ഇങ്ങനെ അടുക്കളയിൽ ചൂടത്ത് നിൽക്കണ കാരണം പാചകക്കാരന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി അടുക്കളയിൽ. അപ്പോൾ പാചകക്കാരൻ എന്ത് ചെയ്തു? കുറച്ച് നേരം പുറത്ത് പോയി ആ മരത്തിൻ്റെ വീട്ടിലിരുന്ന് ഇത്തിരി കാറ്റ് കൊള്ളാം എന്ന് കരുതി പുറത്തേക്ക് വന്നപ്പോൾ ഇത് തന്നെ തരാം, ഇന്ന് എന്തായാലും തനിക്കൊരു വലിയ മത്സ്യത്തിൻ്റെ കഷ്ണം തിന്നണം, അത് ഉറപ്പിച്ചു.
മസാല പുരട്ടി വറുത്ത് വെച്ചേക്കണം മത്സ്യത്തിൻ്റെ പാത്രമൊക്കെ മനസ്സിലാക്കി. ആരും പാചകക്കാരൻ പുറത്തു പോയി മരത്തിൻ്റെ ഒട്ടിലിരുന്ന് കാറ്റ് കൊള്ളണ സമയത്ത് വേഗം കാക്ക പതുക്കെ 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 പമ്മി അടുക്കളയിലേക്ക് പോയി. അവിടെ ചെന്നേക്കുമ്പോൾ എന്താ, മത്സ്യം വറുത്ത് വെച്ചേക്കണത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ അടച്ചു വെച്ചേക്കണ പാത്രം മാറ്റിയിട്ട് വേണ്ട അതിൽ നിന്നൊരു കഷ്ണം എടുക്കാൻ. കൊക്കുകൊണ്ട് ആ അടപ്പങ്ങോട്ട് മാറ്റണ സമയത്ത് പെട്ടെന്ന് കൊക്കിൽ നിന്ന് വിട്ട പാത്രത്തിൻ്റെ അടപ്പ് താഴെ വീണപ്പോൾ എന്താണ് വലിയൊരു ശബ്ദം. അവിടെ മരത്തിൻ്റെ ചുവട്ടിൽ കാറ്റ് കൊണ്ടിരിക്കണ പാചകക്കാരൻ ഈ ശബ്ദം കേട്ടപ്പോൾ വിചാരിച്ചു, യോ ആട്ടക്കളയിൽ പൂച്ച കയറിയോ എന്ന് കരുതി ഓടി അലച്ച് വരുമ്പോൾ എന്താ വലിയൊരു മാംസ കഷ്ണം കുത്തി എടുക്കാൻ നോക്കുകയാണ്. കാക്ക അങ്ങനെ കുത്തി എടുക്കാനായിട്ട് കൊണ്ടെടുക്കാൻ നോക്കുകയാണ്. അത് ശരി, വേഗം പാചകക്കാരൻ എന്ത് ചെയ്തു, പുറത്തേക്ക് പോണ വാതിലൊക്കെ അങ്ങോട്ട് അടച്ചു. എന്നിട്ടോ കാക്ക അങ്ങ് ഓടിച്ചിട്ട് പിടിച്ചു. കാക്ക ഇവിടെ ഇരിക്കും, അവ പിടിക്കാൻ ചെല്ലും, അവിടുന്ന് പറന്ന് മാറിയിരിക്കും. അങ്ങനെ കുറേ അത്തിക്കട്ടക്കളൊക്കെ അകത്തിട്ട് ഓടിച്ചിട്ട് കാക്കയെ പിടിച്ചു കഴിഞ്ഞിട്ട് പാചകക്കാരന് ദേഷ്യവും വന്നു, സങ്കടവും വന്നു. തൻ്റെ യജമാന് താൻ ഉണ്ടാക്കി വെച്ചേക്കണ ഭക്ഷണ സാധനം കട്ട് തിന്നാൻ വന്നേക്കണതോ ഈ കാക്ക എന്ന് കരുതി കാക്കയോട് എന്തെന്നില്ലാത്ത അമർഷം. എന്നിട്ട് എന്ത് ചെയ്തു, പച്ചയ്ക്ക് ജീവനോടെ തന്നെ ആ കാക്കയുടെ പപ്പും പൊടിയൊക്കെ അങ്ങോട്ട് പറിച്ചു കളഞ്ഞു. എന്നിട്ട് ഉപ്പും മുളകും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പല മാംസത്തിലൊക്കെ പുരട്ടി വറുക്കാനൊക്കെ ആയിട്ട്. വേഗം ആ പൊടി ഉപ്പും മുളകും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടുള്ള പൊടി കാക്കയുടെ ശരീരത്തിൽ മുഴുവൻ അങ്ങോട്ട് പുരട്ടി. കാക്കട്ടന്ന് പൊളയാണ് നീറ്റൽ കൊണ്ട്. ചിറകൊക്കെ പോയി എടുത്ത് മുറിവ് പറ്റിയെടുത്തല്ലേ ഈ ഉപ്പും മുളകും ചെല്ലണേ. എന്നിട്ടും പാചകക്കാരൻ ദേഷ്യം വരാതെ എന്നിട്ട് കുറച്ച് അച്ചാർ, ചെറുനാരങ്ങ അച്ചാർ, നല്ല പുളിയുള്ളതല്ലേ, ആ നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വലിയ പാത്രത്തിൽ ഉണ്ടാക്കിയിട്ടേക്കുക. ഈ പാചകക്കാരന് ദേഷ്യം വന്നിട്ട് കാക്ക ഇങ്ങനെ തല പിടിച്ചിട്ട് ഒറ്റ അതിലങ്ങോട്ട് മുക്കിയെടുത്തു. എന്നിട്ട് അങ്ങനെ തന്നെ വാതിൽ തുറന്ന് പുറത്ത് ഇതിൻ്റെ വള്ളി കൂട്ടിൽ അവിടെ കൊണ്ടുവന്ന് വെച്ചു. കാക്കയ്ക്ക് മരണവെപ്രാളെടുത്തിട്ട് പാടില്ല. തൊലിയും പപ്പും പൊടിയൊക്കെ പറിച്ച തൊലിയുടെ പുറത്തായിട്ട് ഉപ്പും മുളകും പുളിയും എല്ലാം കൂടെ കാക്ക അവശതിയായി, ഒരുപാട് അവശതിയായി പോയി. അവിടെ കിടന്നു കരഞ്ഞ് അതിൻ്റെ ശബ്ദം തന്നെ അങ്ങോട്ട് ഇല്ലാണ്ടായി. അപ്പോഴത്തേക്ക് നേരെ ഉച്ച തിരിഞ്ഞത് ആ സന്ധ്യ പറയാം. സന്ധ്യയ്ക്ക് വന്ന് നോക്കുമ്പോൾ എന്താ, കാക്കയ്ക്ക് കാലത്തെ തന്നെ വയറുവേദനയായിട്ട് ഇര തേടി പോയില്ലല്ലോ. കാക്ക ഇല്ലേ കൂട്ടില്ലേ, എന്നൊന്ന് നോക്കാമെന്ന് കരുതി പ്രാവ് നോക്കി. അടുക്കളയിൽ ചെന്ന് പതിവ് പോലെ തനിക്ക് വെച്ചിരിക്കുന്ന ധാന്യം എടുത്തു കൊണ്ടുവന്ന് കൂട്ടിനകത്തേക്ക് പോന്നു. അവിടെ ഇരുന്നുകൊണ്ട് നോക്കി കൂട്ടിലുണ്ടോ, തൻ്റെ ചങ്ങാതി കൂട്ടിലുണ്ടോ കാക്ക എന്ന് നോക്കുമ്പോൾ എന്താ അവിടെ കിടക്കുക. അതുതന്നെയല്ല, അതിനെ കണ്ടപ്പോൾ വല്ലാത്തൊരു ഭീകരത. കാരണം പപ്പും പൊടിയൊക്കെ പറിച്ചിട്ട് ഉപ്പും മുളകും പുരട്ടിയിട്ടല്ലേ ഇരിക്കണത്. അയ്യോ, കാക്ക അങ്ങോട്ട് ആ വേഷത്തിൽ ആ രൂപത്തിൽ കണ്ടപ്പോൾ പ്രാവിനെ എന്തെന്നില്ലാത്ത പേടി തോന്നി. അതേസമയം തന്നെ ത്രികാല ജ്ഞാനങ്ങൾ എന്താ സംഭവിച്ചതെന്നൊക്കെ കാണാനുള്ള കഴിവും പ്രാപ്തിയും വിവേകമൊക്കെ ഉള്ളവനല്ലേ ബോധിസത്വൻ്റെ അവതാരമല്ലേ പ്രാവ് ഇങ്ങനെ ജ്ഞാനദൃഷ്ടി കൊണ്ട് നോക്കിയപ്പോൾ പ്രാവിന് മനസ്സിലായി, മനുഷ്യരുടെ ആഹാരം മോഹിക്കരുതെന്ന് താൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. പറഞ്ഞാൽ കേൾക്കുമോ കാക്ക? ഉടൻ തന്നെ കാക്കയ്ക്ക് മനുഷ്യരുടെ ആ വ്യവസായ പ്രമുഖന് വീട്ടുടമസ്ഥന് പാചകക്കാരൻ ഉണ്ടാക്കി വെച്ച ഭക്ഷണം മോഷ്ടിച്ച് തിന്നാനായിട്ട് നോക്കി. തിന്നാൻ നോക്കിയപ്പോൾ പറ്റി, പാത്രം താഴെ വീണു. പാചകക്കാരൻ പിടിച്ചിട്ടാണ് പപ്പും പൊടിയൊക്കെ പറിച്ച് ഉപ്പും മുളകും പുരട്ടി വെച്ചേക്കുന്നത്. പാവം തോന്നി പ്രാവിന്. പാവം എന്തു ചെയ്യും, എന്ത് തന്നെ വെള്ളം കൊണ്ട് കൊടുത്തിട്ടും ഇതൊന്നും ഒക്കെ കൊടുത്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, അതൊന്നും കഴിക്കണമൊന്നുമില്ല. അങ്ങനെ രാത്രി കഴിച്ചു. പിറ്റേ ദിവസം വെളിച്ചായി നോക്കുമ്പോൾ കാക്ക അവിടെ കിടക്കുന്നുണ്ട്. പ്രാവ് പതിവ് പോലെ ഇര തേടി പോവുകയും ചെയ്തു. ഇര തേടി പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വൈകുന്നേരമല്ലേ പിന്നെ വരുള്ളൂ. ഇതിനോടിടയ്ക്ക് പാചകക്കാരൻ ചെന്ന് നോക്കിയപ്പോൾ എന്താ, കാക്ക അതിനകത്ത് കിടന്ന് ചത്തു. കാക്കയ്ക്കും ഈ ഉപ്പും മുളകും മസാലയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ പറ്റുമോ? ഉടൻ തന്നെ കാക്ക ചത്തു. ഈ ചത്ത കാക്ക ഇനിയിപ്പോൾ വച്ചിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് എന്തു ചെയ്തു, വേഗം തന്നെ ആ വള്ളിക്കൊട്ട സഹിതം കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞു. കാക്കയുടെ
പണി അങ്ങനെ കഴിഞ്ഞു. വൈകുന്നേരം പ്രാവ് വന്നപ്പോൾ വള്ളിക്കോട്ടയില്ല, കാക്കയില്ല, കൂപ്പത്തൊട്ടി കിടക്കുന്നു. അതിനകത്ത് കാക്ക ചത്തും കിടക്കുന്നു. ഇനിയിപ്പം ഞാൻ തന്നെ ഞങ്ങളിവിടെ മിത്രമായിട്ട് ജീവിച്ചതാണ്, ഞാൻ തന്നെ ജീവിക്കണില്ല, വേറെ എവിടെയെങ്കിലും കൂട്ടുള്ള ആരുടെയെങ്കിലും പറ്റിയ കൂട്ടുകാരുടെ കൂടെ ജീവിക്കാമെന്നും കരുതി പ്രാവ് ആ കൂട്ടിൽ താമസിക്കാതെ എൻ്റെ കൂട് തുറന്ന് പ്രാവ് പറന്ന് ദൂരേക്ക് മാറി താമസം മാറ്റുകയും ചെയ്തു. ഇതാണ് ഇന്നത്തെ കഥ. പാവം പ്രാവ് കാക്ക ചതിച്ചു, അതുകൊണ്ട് അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതായി. അതാണ് ഈ കഥയിൽ നിന്നുള്ള ഒരു അനുഭവപാഠം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കഥകൾ കേൾക്കണം. കഴിയുമെങ്കിൽ മറ്റാർക്കെങ്കിലും ഈ കഥ പറഞ്ഞു കൊടുക്കുകയും വേണം. നന്ദി.